നമസ്കാരം. മോദി എന്ത് പറഞ്ഞാലും ഇവിടെ ആർക്കും ഒരു കമ്മീഷനും ഒരു കുഴപ്പമില്ല. ജിക്ക് ഏത് തരത്തിലുള്ള വർഗീയ പ്രചാരണങ്ങളും പബ്ലിക്കായിട്ട് വിളിച്ചു പോകാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അധികാരമൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ AAPയുടെ ലോക്സഭാ പ്രചാരണ ഗാനം വിലക്കിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജയിൽ കെ ജവാബ് മേഹൂം വോട്ട് ദേംഗെ എന്ന ഗാനത്തിൽ മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഗാനനിരോധനം. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളും കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടിയെടുത്തിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ പ്രചാരണ ഗാനം കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുന്നതാണെന്ന് ആരോപിച്ച് BJP നേരത്തെ ഒരു പരാതി നൽകിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ അടിച്ചമർത്തുന്ന നടപടിക്കെതിരെ AAP ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ആയുധമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറുകയാണെന്ന് AAP നേതാവ് അതിഷി വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചിട്ടുണ്ട്. ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ അടിമയായി കഴിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഒരു പാർട്ടിയുടെ പ്രചാരണ ഗാനം നിരോധിക്കുന്നത് തന്നെ ചരിത്രത്തിൽ നടക്കുന്ന ആദ്യ സംഭവമായിരിക്കും. ആ ഗാനത്തിൽ BJPയെക്കുറിച്ച് ഒരു വാക്കുപോലും പരാമർശിക്കുന്നില്ല. മാതൃകാ പെരുമാറ്റച്ചട്ടവും ലംഘിച്ചിട്ടില്ല. വെറും ഫാക്റ്റുകൾ അടങ്ങുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളും സംഭവങ്ങളുമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. എന്നാലോ BJP നടത്തുന്ന തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനങ്ങളിൽ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നതുമില്ല. ശരിക്കും പ്രതിപക്ഷ കക്ഷികളുടെ പ്രചാരണ പരിപാടികൾ തടസ്സപ്പെടുത്താനാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഴി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. AAP MLA ദിലീപ് പാണ്ഡെയാണ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഗാനത്തിന്റെ രചനയും ആലാപനവും നിർവഹിച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിലാണ് ഗാനം പുറത്തിറക്കിയത്. 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമങ്ങളുടെ ലംഘനമാണ് ഗാനത്തിന്റെ ഉള്ളടക്കമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗാനത്തിൽ മാറ്റം വരുത്താൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ആര് പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നതെന്ന് നോക്കണേ. ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ജയിലഴിക്ക് പിന്നിൽ നിൽക്കുന്ന കേജ്രിവാളിന്റെ ചിത്രവുമായി ജനക്കൂട്ടത്തെ ഗാനരംഗത്തിൽ കാണാം. ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കൊണ്ട് മറ്റാരോ ഇത് പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെന്ന് ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരു ഗാനം ആലപിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കപ്പെടുന്ന അവസ്ഥ വളരെ ദയനീയമാണ്.